മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറി. എന്നാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിന് 17 കോടി രൂപ അധികമായി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ഏറ്റെടുത്ത ഭൂമിക്ക് പകരമായി 26 കോടി രൂപ നൽകാനായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനം. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച ആക്ഷേപം ഉന്നയിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിന് 17 കോടി രൂപ കൂടി അധികമായി നൽകണം. ഹൈക്കോടതി രജിസ്ട്രിയിൽ തുക നിക്ഷേപിക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. നേരത്തെ നഷ്ടപരിഹാരമായി കെട്ടിവെക്കാൻ നിർദ്ദേശിച്ച 26 കോടി രൂപയ്ക്ക് പുറമെയാണ് പുതിയ തുക. ഭൂമിയുടെ ന്യായവിലയിൽ മാറ്റം വന്നതിനാലാണ് കൂടുതൽ തുക കെട്ടിവെക്കേണ്ടി വരുന്നത്. തങ്ങൾക്ക് നഷ്ടപരിഹാര തുക നേരിട്ട് ലഭിക്കണമെന്നും അല്ലാത്തപക്ഷം ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്നുമായിരുന്നു എൽസ്റ്റന്റെ ആവശ്യം. ഒപ്പം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം വേണം ഭൂമി ഏറ്റെടുക്കാനെന്നും ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 26 കോടി രൂപയുടെ നഷ്ടപരിഹാരം തീരെ കുറവാണെന്നും എൽസ്റ്റന്റെ അഭിഭാഷകൻ വാദിച്ചു. ഹാരിസന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പാല എസ്റ്റേറ്റിലെ 65 ഹെക്ടറും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 78 ഹെക്ടർ ഭൂമിയുമാണ് പുനരധിവാസ പദ്ധതിക്കായി ഏറ്റെടുക്കാൻ നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ തൽക്കാലം എൽസ്റ്റന്റെ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുത്താൽ മതിയെന്ന് സർക്കാർ പിന്നീട് തീരുമാനം തിരുത്തി. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.